Good morning students. We have already studied that the artificial propagation methods. അതായത് നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ലെയറിങ് പഠിച്ചു, ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. ഓക്കെ, these topics are studied very well. So today we will start a new topic, a new method, that is budding. So these budding plants are commonly seen in our nurseries and gardens. Okay, the different budding roses are available in the garden and the nurseries. Okay, so today we discuss very clearly. The topic is, the method is budding. So today we will start our class, budding. First our topic is budding. So what is budding? ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ പേര് നിങ്ങൾ നോക്കുക. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ബഡ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സാധനം ബഡാണ്. ബഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുകുളം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റിന് ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ സ്പ്രൗട്ട് ചെയ്ത് വരുന്ന ആ ഒരു ചെറിയ കിളിർത്ത് വരുന്ന ആ ഒരു മുകുളം, അതാണ് എന്ത്, പുതിയതായിട്ട് ഒരു പ്ലാന്റിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗം, ദാറ്റ് ഈസ് നോൺ ആസ് ബഡ്. സോ ഈ ബഡാണ് നമ്മൾ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ബഡ്ഡിങ് എന്ന നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് തന്നെ ആൻസർ എഴുതുക. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ വി ആർ സെലക്ടിങ് ഫോർ ബഡ്, നമ്മൾ ബഡാണ് സെലക്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ബഡ്ഡിങ്? ബഡ്ഡിങ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് എ ബഡ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ ഓഫ് ദ സെയിം സ്പീഷീസ്. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ സെലക്ട് ചെയ്തതുപോലെ സെയിം സ്പീഷീസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് എ ബഡ്? ട്രാൻസ്ഫർ ഓഫ് എ ബഡ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ ഓഫ് ദ സെയിം സ്പീഷീസ്. അപ്പം ഒരു ബഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാന്റിൽ നിന്നും മറ്റൊരു പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഓഫ് ദ സെയിം സ്പീഷീസ്. അപ്പോൾ നമ്മൾ റോസ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസ് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഒരു റോസും ഒരു ഹിബിസ്കസും സെലക്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഹിബിസ്കസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെഡ് ഹിബിസ്കസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ വൈറ്റ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഹിബിസ്കസ് വേണം സെലക്ട് ചെയ്യാൻ. ഗ്രാഫ്റ്റിംഗ് സെലക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ബഡ്ഡിങ്ങിലും സെയിം സ്പീഷീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബഡ്ഡിംഗ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് എ ബഡ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ ഓഫ് ദ സെയിം സ്പീഷീസ്, ദാറ്റ് ഈസ് നോൺ ആസ് ബഡ്ഡിംഗ്. So I told you first bud is selected. So in the same as grafting, first we select a stalk and a seed. So what is stalk? We are discussed in the last class in the grafting methods. I told you that stalk and seed. So what is stalk? Stalk means the rooted plant selected for grafting is known as stalk. So the rooted plant selected for budding, that is known as stalk. അപ്പോൾ നമ്മൾ ബഡ്ഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന ആള് നല്ല എനർജറ്റിക് ആയിരിക്കണം, ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കണം, നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിരിക്കണം, നല്ല ലൈഫ് ലോങ് ഉള്ള പ്ലാന്റ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൽ സെലക്ട് ചെയ്ത സ്റ്റോക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഡിസീസ് ഒന്നും ഉണ്ടാവാത്ത നല്ല എനർജറ്റിക് ആയിട്ടുള്ള, അല്ലാതെ ഉണങ്ങി ചുങ്ങിയ പ്ലാന്റ് ഒന്നും സെലക്ട് ചെയ്യരുത്. നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്ന, നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൽ വളരുന്ന നാടൻ പ്ലാന്റ്സ് ആയിരിക്കണം നമ്മൾ സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് നമ്മൾ പഠിച്ചു. റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ബഡ്ഡിംഗ്, അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? സിയോൺ വേണം. നമുക്കറിയാം, സിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റിലേക്ക് ഏതാണോ ഒട്ടിക്കുന്നത്, നമുക്കൊരു സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിലേക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള എന്തിനെയോ ഒന്നിനെയല്ല അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ന്യൂ ബഡിനെ നമുക്ക് എന്ത് പറയാം? സിയോൺ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് എ ബഡ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ, ദാറ്റ് ഈസ് നോൺ ആസ് transfer of a bud from one plant to another of the same species is known as budding. So in the budding, stalk and scion is selected. So
Stock is the rooted plant selected for grafting, that is known as stock. The stock is very energetic, disease resistant, lifelong. The rooted plant are suitable for our climatic conditions. Okay. ബഡ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്റ്റോക്ക് വേണം, ഒരു സിയോൺ വേണം. അപ്പം നമ്മൾ സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ പ്ലാന്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ സിയോൺ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ സെലക്റ്റഡ് എ റെഡ് റോസ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ റെഡ് റോസ് ഞാൻ ബഡ്ഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തു. അപ്പം എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് റോസ് കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ സങ്കല്പിക്കുക നമ്മുടെ നാട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ റോസാണ് എന്ത്, സ്റ്റോക്ക്. ഓക്കെ, സിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വെറൈറ്റി ആയിട്ടുള്ള ആ വൈറ്റ് റോസാണ് സിയോൺ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ബഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക. ഈ പിക്ചറിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സിയോൺ ഉണ്ടല്ലോ, ആ സിയോണിൻ്റെ ബഡാണ് എടുക്കേണ്ടതെന്ന് മിസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ബഡ് എന്ന് പറഞ്ഞാൽ മുകുളം. അപ്പോൾ ആ പ്ലാന്റിൽ നിന്നും ചെറിയ ഒരു മുകുളം, ഒരു ബഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ സിയോണായിട്ട് സെലക്ട് ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബഡ്ഡിങ്ങിന് വേണ്ടി ബഡാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കുക. നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോക്കിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ ബഡിനെ നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണ്ടേ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്കിനെ സെലക്ട് ചെയ്യണം. സ്റ്റോക്ക് ഏതായിരുന്നു, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ റെഡ് റോസ് ആണ്. അപ്പോൾ ആ സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇങ്ങനെ ഒരു ടീ ഷേപ്പിൽ കട്ട് ചെയ്യണം. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ടീ ഷേപ്പിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സിസേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ടീ ഷേപ്പിൽ സ്റ്റോക്കിനെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾക്ക് സിയോണിലെ ബഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തു, സ്റ്റോക്കിലെ ടീ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ടീ ഷേപ്പിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം അതിനെ ആ ടീ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന രണ്ട് ഭാഗത്ത് നമ്മളിങ്ങനെ തൊലി ഓപ്പൺ ചെയ്യണം. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കുക. സ്റ്റോക്കിനെ ടീ ഷേപ്പിൽ കട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ തൊലിയെ ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ചു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സിയോണിനെ ഈ സ്റ്റോക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണം. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തപ്പോൾ മിസ് കാണിച്ചു തന്നില്ലായിരുന്നോ, രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ടല്ലേ മിസ് റാപ്പ് ചെയ്തത്. അതുപോലെ ഇവിടെ നമ്മുടെ സ്റ്റോക്കിനെ ടീ ഷേപ്പിൽ കട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ആ തൊലി ഓപ്പൺ ചെയ്തു, സിയോണിനെ കൊണ്ടുവന്ന് അതിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് റാപ്പ് ചെയ്യണം. ഇതിൽ വൺ കണ്ടീഷൻ ഉണ്ട്, റാപ്പ് ചെയ്യുമ്പോൾ ബഡിനെ ഉള്ളിൽ വെച്ചൊരിക്കലും റാപ്പ് ചെയ്യരുത്. ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ബഡിനെ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം ഫുള്ളി ടൈറ്റ് ആയിട്ട് റാപ്പ് ചെയ്യാനായിട്ട്. ഇത്ര മനസ്സിലായോ? സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ 1 month, ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ബഡ് പതുക്കെ അതിൻ്റെ എല്ലാം ഫംഗസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, പതുക്കെ വിരിഞ്ഞ് അതിന് ലീവ്സും ഫ്ലവേഴ്സൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോക്കിനെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കളയണം. കാരണം നമ്മുടെ സ്റ്റോക്കിനെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. അങ്ങനെ വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റോക്ക് ഇങ്ങനെ വളർന്ന് കാടായി പോകും, നമ്മുടെ സിയോൺ വളരില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കിനെ പകുതി വെച്ച് കട്ട് ചെയ്തത്. ടുഡേ വി ഡിസ്കസ്ഡ് ദ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ, മെത്തേഡ് ഓഫ് budding. So in the budding, what is mean by budding? In the budding process we can select a bud. Okay, and then the bud, what is budding? Budding means transfer of a bud from one plant to another of the same species. ഒരു സ്പീഷീസിലുള്ള ബഡ് പ്ലാന്റ് ആയിരിക്കണം നമ്മൾ ബഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇൻ ദ ബഡിങ് മെത്തേഡ് വി സെലക്റ്റഡ് എ സ്റ്റോക്ക് ആൻഡ് എ സിയോൺ. നമ്മളൊരു സ്റ്റോക്കിനെയും സിയോണിനെയും സെലക്ട് ചെയ്യണം. മിസ് വീണ്ടും പറയുന്നു, സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ദാറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ for our climatic condition, very energetic
ദെൻ ലൈഫ് ലോങ് ഡിസീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്റ്റോക്കിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സിയോണിനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സിയോണിനെ നമ്മൾ സെലക്ട് ചെയ്തു. സിയോണിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബഡിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ റൂട്ടഡ് പ്ലാന്റ് ആണ്. നമ്മുടെ ക്ലൈമറ്റിന് യോജിച്ച നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു സ്റ്റോക്ക്. ഇപ്പം മിസ് എടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ റെഡ് റോസ് ആണ്. ഞാൻ ഇതിലേക്ക് ബഡ് ചെയ്ത് വെക്കുന്നത് വൈറ്റ് റോസ് ആണ്. അപ്പോൾ വൈറ്റ് റോസിൻ്റെ ബഡ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു, നമ്മൾ പിക്ചറിൽ കണ്ടു. ദെൻ നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ T ഷേപ്പിൽ കട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും ഈ പ്രോസസ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സാനിറ്റൈസറൊക്കെ വളരെ അവൈലബിൾ ആണ് അല്ലേ. സോ ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് എപ്പോഴും നമ്മൾ കൈ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റും എന്ത് ചെയ്യണം, നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇതിന് ഇൻഫെക്ഷൻ വന്നു പോകും. സോ വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ T ഷേപ്പിൽ കട്ട് ചെയ്തു. അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സിയോണിനെ ഈ സ്റ്റോക്കിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചു. ടൈറ്റ് ആയിട്ട് റാപ്പ് ചെയ്തു. റാപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, വിത്തൗട്ട് ബഡിനെ വെച്ച് റാപ്പ് ചെയ്യരുത്. ബഡ് ഫിഗറിൽ കാണുന്ന പോലെ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം റാപ്പ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ദെൻ ആഫ്റ്റർ 1 month the bud is perfectly grown. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ബഡ് ചെയ്ത വൈറ്റ് റോസ് റെഡ് പ്ലാന്റിൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോക്കിനെ പകുതി വെച്ച് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മുടെ നാടിന് അനുയോജ്യമായ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് ആ റെഡ് റോസ് നന്നായിട്ട് വളർന്നു പോകും. നമ്മുടെ ബഡ് ചെയ്ത വൈറ്റ് റോസിന് വളരാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പകുതി വെച്ച് കട്ട് ചെയ്ത് കളയുന്നത്. Okay, and then commonly selected for budding is rose, nutmeg and rubber plant. These are commonly selected for ബഡിങ്ങിന് വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് ഹിബിസ്കസും സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. നട്ട്ബഗ്, റബ്ബർ പ്ലാന്റ് ആൻഡ് റോസസ് ആർ കോമൺലി സെലക്ടഡ് ഫോർ ബഡിങ്. ഓക്കെ, ഇൻ ദ നഴ്സറീസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബഡിങ് റോസസ് ആണ്. ഓക്കെ, ബഡിങ് റോസസ് ആൻഡ് ബഡിങ് ഹിബിസ്കസ് ആർ അവൈലബിൾ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ യു വിസിറ്റ് ദ നഴ്സറീസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ബഡിങ് റോസസ് ആൻഡ് കളക്ടിങ് ദം. ഓക്കെ, അപ്പോൾ ടുഡേ ഇന്ന് പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേ വി വിൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ഓക്കെ, താങ്ക് യു.